Praise the Lord. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. റൂഹായേ 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 അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ ഷെക്കന ടെലിവിഷൻ ശുശ്രൂഷയോടൊപ്പം നടത്തുന്ന സുവിശേഷാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു ദിവസം എൻ്റെ അടുത്തൊരു മകൻ വന്നു. ആ മകൻ വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ വലിയ ദുഃഖത്തിലാണ്, എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ദൈവം എന്നോട് ക്ഷമിക്കുമോ അച്ഛാ? രണ്ട് കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, ദൈവം എന്നോട് ക്ഷമിക്കുമോ അച്ഛാ? അവൻ എന്താ മോനെ നീ പറയ്. അപ്പോൾ ആ മകൻ തൻ്റെ ജീവിതം പങ്കുവെക്കുക. ഒരു ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ പതറിപ്പോയപ്പോൾ, മദ്യപാനത്തിന് അടിമപ്പെട്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട്, ഭാര്യയും മക്കളെ ഓർക്കാതെ ആത്മഹത്യയ്ക്ക് വേണ്ടി പരിശ്രമിച്ച ഒരു യുവാവാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. ഞാൻ മോനോട് പറഞ്ഞു, മോനെ നീ ഇപ്പോൾ ഇങ്ങനെ വന്നല്ലോ, വന്ന് നിനക്ക് കർത്താവിൻ്റെ കരുണ ഉറപ്പായിട്ടും കിട്ടും, ദൈവം നിന്നോട് ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന് അവനോട് ക്ഷമിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ മകനൊരു ധ്യാനത്തിന് പോയി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വലിയ അഭിഷേകത്തോടെ എന്നോട് പറഞ്ഞത്, കർത്താവ് എന്നെ സ്പർശിച്ചച്ചാ, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അച്ഛാ. കർത്താവിൻ്റെ കരുണ ഞാൻ അറിഞ്ഞു. എനിക്കിപ്പോൾ എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളികളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാൻ കാരണം കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആ ശക്തി ഞാൻ അനുഭവിച്ച. കരുണ
എന്ന വാക്ക് ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായ ഒരു പുണ്യമാണ്. കരുണ എന്ന ദൈവിക പുണ്യം മനുഷ്യനിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് മനുഷ്യൻ മൃഗമായി തീരുന്നത്. വെറുപ്പ്, പക, വിദ്വേഷം, കൊട്ടേഷൻ, കൊലപാതകം, പിടിച്ചുപറി, അതിസാമർത്ഥ്യം, അതിരുകല്ല് തോണ്ടൽ, ഇത് കരുണ എന്ന ദൈവിക പുണ്യം മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ മൃഗമായി തീരുന്നത്. മൃഗമായി തീരുന്ന മനുഷ്യന് അമ്മയെ കണ്ടാൽ തിരിച്ചറിയില്ല, അപ്പനെ കണ്ടാൽ തിരിച്ചറിയില്ല, സഹോദരനെ കണ്ടാൽ തിരിച്ചറിയില്ല, സഹോദരിയെ കണ്ടാൽ തിരിച്ചറിയില്ല, അയൽവാസികളെ കണ്ടാൽ തിരിച്ചറിയില്ല. അതൊരു പൈശാചികതയാണ്. കരുണ എന്ന വാക്കിന് മലയാളത്തിൽ അനുകമ്പ എന്നാണ് അർത്ഥം. ബൈബിളിൽ കരുണ എന്ന വാക്ക് വരുന്നത് ഹീബ്രു പദത്തിൽ നിന്നാണ്. ഹെസദ് എന്ന വാക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിൾ പഴയ നിയമത്തിൽ കരുണ ഹെസദ് എന്നാണ് പറയുന്നത്. ഹെസദ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സഹാനുഭൂതി, ആർദ്രത, സ്നേഹം, വെറും സ്നേഹമല്ല കേട്ടോ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, തോറ്റുകൊടുക്കൽ, ദയ, പരിഗണന, ഇതൊക്കെയാണ് കരുണയുടെ നിർവചനങ്ങൾ, അല്ലെങ്കിൽ ഹെസദ് എന്ന വാക്കിൻ്റെ നിർവചനങ്ങൾ. ഹെസദ് എന്ന പദത്തിന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന ഒരർത്ഥം ഇതാണ്: മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെ തന്നെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തെയാണ് ഹെസദ് എന്ന് പറയുന്നത്. അതായത് ഞാൻ മറ്റു മനുഷ്യരുടെ നന്മ, പ്രകൃതിയുടെ, രാജ്യത്തിൻ്റെ, സഭയുടെ, മൃഗങ്ങളുടെ, അപ്പം സകലത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ഹെസദ് എന്നതിനുള്ള നിർവചനമായിട്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. 2013 ഏപ്രിൽ 17 ഫ്രാൻസിസ് പാപ്പ തൻ്റെ അനുദിന ബലി മധ്യേ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് കരുണയെക്കുറിച്ച് പറയുമ്പോൾ. ഒരു വശത്ത് മനുഷ്യൻ്റെ രണ്ട് സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വശത്ത് മനുഷ്യൻ ഈശോയെ ശ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഈശോയെ കേൾക്കുന്നു, വചനം കേൾക്കുന്നു, ധ്യാനം കൂടുന്നു, പള്ളിയിൽ പോകുന്നു. മറുവശത്ത് വടിയെടുത്ത് മറ്റുള്ളവരെ അടിക്കുന്നു. നമ്മുടെ കാപട്യത്തെക്കുറിച്ചാട്ടോ ഫ്രാൻസിസ് പാപ്പ പറയണേ. ഒരു വശത്ത് വചനം കേൾക്കണം, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, യേശുവേ നന്ദി. മറുവശത്ത് വടിയെടുത്ത്, ഞാനും നിങ്ങളും വടിയെടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുന്നു, അതിസാമർത്ഥ്യം ഉപയോഗിക്കുന്നു, പിടിച്ചു പറിക്കാൻ നോക്കുന്നു, കള്ളത്തരങ്ങൾ കാണിക്കാൻ ഒരു മടിയില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമ്മളോട് പഠിപ്പിക്കുന്ന. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പറയാ, മക്കളെ, ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. നമ്മുടെ സ്വഭാവമാണ് വചനം കേൾക്കുന്നു, ഒരു ചെവി കൊണ്ട് വചനം കേൾക്കുന്നു, മറു ചെവി കൊണ്ട് എതിര് ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പ, എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം അതല്ല. ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ സ്വഭാവം എല്ലായ്പ്പോഴും എല്ലാവരോടും ക്ഷമയോടെ വർത്തിക്കുന്ന കരുണയുള്ള പിതാവാണ് ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഈശോയെ, അതാണ് ദൈവം. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഫ്രാൻസിസ് പാപ്പ കൊടുക്കുന്ന നിർവചനമാണ്: ദൈവത്തിൻ്റെ മുഖം എല്ലായ്പ്പോഴും എല്ലാവരോടും ക്ഷമയോടെ വർത്തിക്കുന്ന കരുണയുള്ള പിതാവായ ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഈശോ, അതായത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വരണ്ട ഭൂമിയെ പോലും പുഷ്പിക്കാൻ സാധിക്കും, മരുഭൂമിയെ പോലും പുഷ്പിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലോ, വരണ്ട അസ്ഥികൾ, ഒടിഞ്ഞ് പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന അസ്ഥികളുടെ താഴ്വരയിൽ കിറുകിറുകിറുകിറുകിറാ ശബ്ദത്തിലൂടെ അവ ഒന്നാകുന്നത്, അവയിലേക്ക് ജീവൻ വരുന്നത്. ദൈവത്തിൻ്റെ കരുണ തകർന്ന് തരിപ്പണമായ കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ്. തകർന്ന് തരിപ്പണമായ ജീവിതങ്ങൾക്ക് അവർക്ക് അഭിഷേകം കൊടുക്കുന്നത്, പുത്തൻ ഉണർവ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കുന്നതിന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് സാധിക്കും. വരണ്ട മനുഷ്യ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ, നമ്മളിപ്പോൾ നിരാശപ്പെട്ട് വിഷമിച്ച് ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്നവർക്കുള്ള മെസ്സേജാണ്.
എല്ലാത്തിൻ്റെ മുൻപിൽ തകർന്നിരിക്കുമ്പോൾ മകൻ്റെ സ്വഭാവം നിമിത്തം, മകളുടെ സ്വഭാവം നിമിത്തം, ഭർത്താവിൻ്റെ സ്വഭാവം നിമിത്തം, ഭാര്യയുടെ സ്വഭാവം നിമിത്തം തകർന്ന് ജീവിത പ്രതിസന്ധികളിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കുള്ള മെസ്സേജാ. ആ വരണ്ട അവസ്ഥകളിൽ വരെ ജീവൻ നൽകാൻ, പ്രത്യാശ നൽകാൻ, പ്രതീക്ഷ നൽകാൻ, വീണ്ടും കൈപിടിച്ചുയർത്താൻ കച്ചിത്തുരുമ്പ് പോലെ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഫ്രാൻസിസ് പാപ്പ വീണ്ടും പറയാം, എൻ്റെ ജീവിതത്തിൽ മിക്കപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ കരുണാർദ്രമായ മുഖവും അവിടുത്തെ ക്ഷമയും കണ്ടിട്ടുണ്ട്. തൻ്റെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ പറ്റുമ്പോൾ, ആസക്തികൾക്ക് അടിമപ്പെടുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, കോപിക്കുമ്പോൾ, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന വലിയ അനുഭവത്തിലേക്ക്, അഭിഷേകത്തിലേക്കാണ്. ഫ്രാൻസിസ് പാപ്പ പറയാം, ചിലർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എൻ്റെ ദാരിദ്ര്യം സ്വീകരിക്കണമേ, കർത്താവേ എൻ്റെ കുറവുകൾ സ്വീകരിക്കണമേ, കർത്താവേ എൻ്റെ അസ്വസ്ഥതകളെ സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ സ്വീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ പാപങ്ങളെ കഴുകണമേ. ഫ്രാൻസിസ് പാപ്പ പറയുക, ദൈവം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പാപങ്ങൾ ക്ഷമിക്കുന്നത്, ദാരിദ്ര്യം അകറ്റുന്നത്, രോഗങ്ങൾ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് അവരെ സ്വീകരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു, അവരെ വിശുദ്ധീകരിച്ചു, അവരെ സ്നേഹിച്ചു. ഇതാണ് കരുണയുടെ ദൈവശാസ്ത്രം. വേദനിക്കുന്നവരെ, ആകുലപ്പെടുന്നവരെ, ഒറ്റപ്പെടുന്നവരെ, പാപികളെ ദൈവം സ്വീകരിച്ചു, ആശ്വസിപ്പിച്ചു, വിശുദ്ധീകരിച്ചു, സ്നേഹിച്ചു. പവർ, കർത്താവിൻ്റെ പവറാണത്. നമ്മൾ ആ ഒരു അഭിഷേകമാണെന്ന് ഈശോയെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11:8 മുതൽ 9 വരെ, എഫ്രായിം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? എഫ്രായിം വഴിപിഴച്ചു പോയപ്പോൾ, അന്യദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോൾ, അവൻ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ, സത്യദൈവത്തെ ഉപേക്ഷിച്ച്, എന്നിട്ട് മനസ്സ് തിരിഞ്ഞ് കണ്ണുകൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉയർത്തിയപ്പോൾ, കൊടും പാപിയായിരുന്നിട്ട് പോലും എഫ്രായിമിനോട് പറയാം, എഫ്രായിം എന്ന് പറയുന്ന ഒരു ജനതയാണ് കാണിക്കുന്നത്. എഫ്രായിമിനോട് പറയാം, എഫ്രായിം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രയേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഇസ്രയേൽ ദൈവത്തെ ഉപേക്ഷിച്ച് പലപ്പോഴും ഓടിയാണ്. ആ ഇസ്രയേലിനോട് പറയാം, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എൻ്റെ ഹൃദയം നിന്നെ ഓർത്ത് വിലപിക്കുന്നു, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമാണ്. എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു, അതായത് ശിക്ഷിക്കാതിരിക്കാൻ. ദൈവത്തിൻ്റെ ഹൃദയം കരുണയുടെയാണ്. ഈ എഫ്രായിമും ഇസ്രയേലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തിൻ്റെ ഹൃദയം വിലക്കുക. അവരെ അഗ്നി ഇറക്കി നശിപ്പിക്കേണ്ടതാണ്. പക്ഷേ വചനം പറയാണ്, എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമാണ്, വ്യവസ്ഥകളില്ലാത്തതാണ്. ആ ഒരു കരുണയാണ്, ആ ഒരു ദൈവസ്നേഹമാണ്, ആ ഒരു വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെല്ലാവരെയും ഈശോ ക്ഷണിക്കുന്നത്. കരുണ സ്വീകരിക്കാനും കരുണ കൊടുക്കുവാനുമുള്ള ദൈവവിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ നിത്യം സന്നിഹിതനായിക്കൊണ്ട് തൻ്റെ കരുണ, തൻ്റെ ദൈവസ്നേഹം, തൻ്റെ ക്ഷമ നമ്മളിലേക്ക് വർഷിക്കുകയാണ്. അത് സ്വീകരിക്കുമ്പോൾ നമുക്ക് വിടുതൽ കിട്ടിയ, നമുക്ക് ഡെലിവറൻസ് കിട്ടിയ, പാപങ്ങൾ ബന്ധിക്കപ്പെടട്ടെ, ശാപങ്ങൾ ബന്ധിക്കപ്പെടട്ടെ, രോഗങ്ങൾ ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. മക്കളെ, ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ഈശോ ഈശോ പ്രഭാതത്തിലും ആമേൻ, പ്രദോഷത്തിലും യേശുവേ പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന.
കർത്താവേ, അങ്ങയുടെ കരുണ ലോകത്തിലേക്ക് വരട്ടെ കർത്താവേ. കർത്താവെ, ദൈവസ്നേഹത്തെ നിഷേധിക്കുന്നവര്, കർത്താവെ, അങ്ങയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവര്, ഭീകരവാദികള്, മയക്കുമരുന്ന് വിൽക്കുന്നവര്, കൊടും പാപികള്, യേശുവേ, നിന്റെ കരുണയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെല്ലാവർക്കും വലിയ മാനസാന്തരം നൽകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിനും പ്രദോഷത്തിനും പിതാവിനും ആരാധന. പ്രഭാതത്തിനും ആമേൻ. പ്രദോഷത്തിനും യേശുവേ, പിതാവിനും ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന് ഒറ്റ വിളി വിളിച്ച് ഈശോ, കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. വിളിച്ച മക്കളെ കർത്താവിനെ വിളിച്ചോ, ഈശോനെ വിളിച്ച മക്കളെ ആരാധന പറഞ്ഞ് പാടി വിളിച്ചോ. ഈശോയേ, ആരാധന, ഈശോയേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയ 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 റിയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ കരുണ നിന്റെ ഭവനത്തിലേക്ക് വരട്ടെ. രോഗികളെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഭവനങ്ങളിൽ എന്ത് രോഗമാണെങ്കിലും ശരി, കർത്താവിന്റെ കരുണ അങ്ങോട്ട് സ്വീകരിച്ച്. ദൈവം കരുണയുള്ളവനാണ്. നമ്മൾ പാപികളാകാം, നമ്മൾ അനർത്ഥങ്ങൾ ചെയ്തിട്ടുണ്ട്, പള്ളി പോകാതിരുന്നിട്ടുണ്ട്, കുമ്പസാരിക്കാതിരുന്നിട്ടുണ്ട്, കുർബാന സ്വീകരിക്കാതിരുന്നിട്ടുണ്ട്, ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ട്, ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്റെ വേദനകളില് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തവനാണ് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ ഈശോ. എൻ്റെ ഈശോയെ, അപ്പൊ നിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും, ഉയരാൻ പറ്റാത്ത അവസ്ഥ, സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, ആകുലതകളും വിഷാദരോഗങ്ങളും നിരാശയും നിന്നെ പിടിമുറുക്കുമ്പോൾ യേശുവിന്റെ കരുണയുടെ ശക്തി ഒരു ഡെലിവറൻസ് ആയി, ഒരു ഭൂതോച്ചാടന ശുശ്രൂഷയായി ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തെ നിന്റെ കരങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത്ഭുതകരമായ ഡെലിവറൻസ് നിനക്ക് ലഭിക്കട്ടെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. കർത്താവേ, പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കർത്താവേ, എന്റെ ഉണങ്ങാത്ത മുറിവ്, ഞാൻ വഞ്ചിക്കപ്പെട്ടത് മൂലം, ഞാൻ വഞ്ചിച്ചത് മൂലം, ഞാൻ ചതിച്ചത് മൂലം, ഞാൻ നുണ പറഞ്ഞത് നിമിത്തം, ഞാൻ കുറ്റപ്പെടുത്തിയത് നിമിത്തം കർത്താവേ, ഞാൻ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പല മുറിവുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. യേശുവേ,
ഈ ലോകത്തിൽ ഒരാൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കാത്ത മേഖലകളിലേക്ക് എൻ്റെ കർത്താവ് നീ ഇറങ്ങി വന്നുകൊണ്ട് എൻ്റെ ആന്തരിക മുറിവുകളില്, എൻ്റെ ജീവിതത്തിന്റെ മുറിവുകളിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുക്കണമേ ഈശോയേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപിയായ ദമ്പതികളുടെ മേല്, മാതാപിതാക്കളുടെ മേല്, കുഞ്ഞുങ്ങളുടെ മേല് പാപിയാണോ ഞാൻ. കർത്താവേ, സ്വത്ത് ഞാൻ ദുർവ്യായം ചെയ്തിട്ടുണ്ട്. എന്റെ മകൻ കഴിക്കേണ്ട, മകൾ കഴിക്കേണ്ട സമ്പത്ത് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് വേദനിക്കുന്ന അനവധി പേരുണ്ട്. കർത്താവെ, അവരെ ആശ്വസിപ്പിക്കണമേ. അവിശ്വസ്തത കാണിച്ച് മാനസാന്തരപ്പെടാൻ വേണ്ടി വിങ്ങി പൊട്ടി കരയുന്ന അനവധി ദമ്പതിമാരുണ്ട്. ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച്, ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് ആ ഒരു പാപത്തിന്റെ ബന്ധനങ്ങളിൽ പെട്ട് വിഷമിക്കുന്ന അനേകം പേരുണ്ട്. കർത്താവേ, കർത്താവെ, നിന്റെ സ്വർഗത്തിന്റെ അഗ്നി, കരുണയുടെ അഗ്നി അങ്ങനെയുള്ള ദമ്പതികളുടെ മേല്, പാപബോധത്തിൽ ജീവിക്കുന്ന മക്കളുടെ മേല് ഇപ്പോൾ കടന്നു വരട്ടെ കർത്താവേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ മുൻപിൽ നിന്ന് അച്ഛനോടൊപ്പം ഒന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ഈശോയേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി കരുണയ്ക്ക് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അച്ഛന്റെ ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും എന്നെയും എന്റെ എന്റെ തലമുറകളെയും തലമുറകളെയും ബാധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ അന്ധകാര ശക്തികളെയും ദൈവസ്നേഹ നിഷേധത്തിലൂടെ, നിഷേധത്തിലൂടെ, ദൈവകൽപ്പന നിഷേധത്തിലൂടെ, കൽപ്പന നിഷേധത്തിലൂടെ, ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ ഒന്നാം പ്രമാണ കടന്നു വന്ന കടന്നുവന്ന എല്ലാ ബന്ധനങ്ങള്, എല്ലാ ബന്ധനങ്ങളും അതുമൂലം എന്റെ ഭവനത്തിലേക്ക് വന്ന എന്റെ ഭവനത്തിലേക്ക് ശാപത്തിന്റെ, ശാപത്തിന്റെ, പാപത്തിന്റെ, പാപത്തിന്റെ, രോഗത്തിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങള് ബന്ധനങ്ങൾ ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതല് യേശുവേ നിന്റെ നാമത്തിൽ ലഭിക്കട്ടെ. ആമേൻ. ആമേൻ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ, പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ, രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ, പീഡകൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ, പീഡകൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ, കെട്ടുകൾ പൊട്ടട്ടെ പരിശുദ്ധാത്മാവേ, കെട്ടുകൾ പൊട്ടട്ടെ പരിശുദ്ധാത്മാവേ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ.
പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ അഭിഷേകം നിന്റെ ഭവനത്തിലേക്ക്, കുടുംബത്തിലേക്ക് വരാൻ കരങ്ങൾ ഉയർത്തി പിടിച്ച് ഒരുമിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഈശോയെ ആരാധന. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം മക്കളെ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ജീവനേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ വചനമാ ആത്മാവിൻ